അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ കുറേ ആയാലും ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഷോർട്സ് അപ്ലോഡ് ചെയ്യലുണ്ട്. കുറച്ച് തിരക്കായിപ്പോയി, തിരക്കെല്ലാം മടിയാണ്, അതാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഏതായാലും പുറത്ത് പോകണ്ടല്ലോ, അപ്പോൾ ഒരു വീഡിയോ എടുക്കല്ലോ വിചാരിച്ചു. പിന്നെ മോൻ്റെ ബർത്ത്ഡേ വരുന്നത് August 1. അപ്പോൾ തലേന്നാണ് നമ്മൾ അവർക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകണത്. കാര്യമായിട്ട് വലിയ പരിപാടിയൊന്നുമല്ല, ജസ്റ്റ് ഒരു കേക്ക് കട്ടിങ്. അപ്പോൾ എനിക്ക് പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അങ്ങനെ. അപ്പോൾ നമ്മൾ ലുലുവിലേക്ക് പോയത് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അത് അവിടെ എത്തി. പിന്നെ എനിക്ക് പുറത്തിറങ്ങിയാൽ വീഡിയോ ഇങ്ങനെ എടുക്കാൻ ഒരു മടിയാണ്. ആൾക്കാരെന്താ വിചാരിക്കുക അങ്ങനെ തോന്നും. പിന്നെ എൻ്റെ പിയാപ്പനെ കളിയാക്കല്ലോ, വീഡിയോ എടുക്കാണോ, അപ്പോൾ പിന്നെ നമുക്ക് കുറവാകും, അപ്പോൾ നമ്മൾ എടുക്കൂല. അതാണ് സംഭവം മെയിൻ. അങ്ങനെ ഇതാ ഡ്രസ്സ് ഇതാ നോക്കണത് എടുക്കില്ല. എനിക്ക് പ്രത്യേകിച്ച് അവിടെ നല്ലതൊന്നും ഇഷ്ടമായിട്ടില്ല. പിന്നെ ഇതൊക്കെ എനിക്കുള്ള ടൈപ്പാണ്. അങ്ങനെ പിന്നെ അതൊന്നും എടുത്തിട്ടില്ല. ഒരു ബ്ലാക്ക് ജാക്കറ്റ് ടൈപ്പ് ഡ്രസ്സ് എടുത്ത്, പിന്നെ ഒരു വൈറ്റ് ബനിയനൊക്കെ ഇട്ടിട്ട് അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കലോ വിചാരിച്ച്. പിന്നെ ഇതാ ചെരുപ്പൊക്കെ നോക്കാണ്. എനിക്ക് അതൊക്കെ നോക്കിക്കഴിഞ്ഞതാ വീട്ടിലെത്തി. പിന്നെ ഇതാ ഏട്ടനും അനിയും തമ്മിൽ കളിക്കണ തിരക്കിലാണ്. പിന്നെ ഇതാ പ്രത്യേകിച്ച് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഒന്നാമത് സ്റ്റോറേജ് ഇല്ല, ഇപ്പോൾ തീരെ സ്റ്റോറേജ് ഇല്ല ഫോണിൽ. ഇപ്പോൾ കുറച്ച് വർക്ക് കിട്ടിയതുകൊണ്ട് അതിൻ്റെ ഫോട്ടോസ് മൊത്തം ഗാലറിയിലും. ഇപ്പം അതൊക്കെ ചെയ്ത് കൊടുത്തിട്ടും ഈ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് വേണം, അതൊക്കെ ഡിലീറ്റ് ആക്കിയിട്ട് വേണം അടുത്ത വീഡിയോ ഷൂട്ട് ചെയ്യാൻ. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. പിന്നെ മക്കളൊക്കെ കളിക്കുകയാണ്. ഇനിയിപ്പോൾ നാളാണല്ലോ ബർത്ത്ഡേ. അപ്പം ഞാൻ എല്ലാവരോടും ചോദിക്കുന്നുണ്ട് എന്താ തരാനൊക്കെ. ഓനിൻ്റെ മായത്തിന് ഞാനങ്ങനെയാണ് ആദ്യം ഗിഫ്റ്റൊന്നും ഇല്ലേ ചോദിച്ച് വാങ്ങും. പിന്നെ ഇതാ പിറ്റേന്നായി. അപ്പം ഞാൻ എണീക്കുന്നതിൻ്റെ മുന്നേ തന്നെ എനിക്കൊരു ബൊക്കെയൊക്കെ സർപ്രൈസാക്കി കൊടുക്കലോ വിചാരിച്ച് ഞാൻ ഫസ്റ്റായിട്ട് ഉണ്ടാക്കിയതാണിത്. അപ്പം അതിൻ്റെതായിട്ടുള്ള മിസ്റ്റേക്ക് ഉണ്ടാവും, പക്ഷെ എന്നാലും കുഴപ്പമില്ലല്ലേ, എനിക്ക് ഇഷ്ടമായി. ഇനിയിപ്പോൾ കുറച്ചും കൂടി ഒന്ന് സെറ്റാക്കാനുണ്ട്. അപ്പം ഞാൻ പെട്ടെന്ന് പണി കഴിഞ്ഞിട്ടോ, ഇല്ലെങ്കിൽ ഇതിന് ഞാൻ കുറേ അരമണിക്കൂർ 1 മണിക്കൂറോളം ഇരിക്കും. ഇപ്പം എന്താ അറിയില്ല, വേഗം കഴിഞ്ഞിരിക്കണ പണി. ഇനിയിപ്പോൾ ഒളിപ്പിച്ച് വെക്കണം, ഇത് കാണാൻ പറ്റില്ലല്ലോ. പക്ഷെ എനിക്ക് കൊടുത്തപ്പോൾ എന്നോട് ചോദിച്ചെന്താ അറിയും, ഇവിടെ വെച്ചൂടി, ഇതെപ്പോഴാണ് വാങ്ങിയത്. ഞാൻ ചോദിച്ചു സർപ്രൈസ് ആവും, പക്ഷെ എനിക്ക് അറിയില്ലല്ലോ, ചെറുതല്ലേ. അങ്ങനെ തന്നത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്കിതാ പൂരിയും ബാജി കറിയും പിന്നെ ചിക്കൻ കറിയൊക്കെ ഉണ്ട്. ചിക്കൻ കറിയും തലേന്നത്തതാണ്. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് വേണം, ഇന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ പിന്നെ ഫുഡിനൊക്കെ ജൂമ ഇറങ്ങി വരുമ്പോൾ കൊണ്ടുവരും പറഞ്ഞ് കേക്കും. നമ്മൾ ഉച്ചയ്ക്ക് അതിന് പ്ലാൻ ഇട്ടത് കേക്ക് കട്ട് ചെയ്യാൻ, പിന്നെ നമ്മൾ രാത്രിയിലേക്കാക്കി. അപ്പോൾ അതാ മോനെ കുളിപ്പിച്ചു കൊടുത്തോനെ ഉറക്കി കഴിഞ്ഞ് ശേഷമാണ് ബലൂൺ വീർപ്പിക്കാൻ വേണ്ടി പോയതാണ്. അനിയത്തിയാണ് വീർപ്പിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മോന് നീച്ച്, ഓനിക്കൊന്നും ഉറക്കില്ല. അങ്ങനെ ബലൂൺ കളിക്കാൻ വേണ്ടി കുറച്ച് നേരം ഇരുത്തി കൊടുത്തേക്കണം. പിന്നെ അതിന് ബലൂണൊക്കെ വീർപ്പിച്ച് ഫ്രഷ് ആയിട്ടൊക്കെ വേണം സെറ്റാക്കാൻ. മുകളിലാണ് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുന്ന ഏരിയ. കണ്ടോ കാക്ക കരിയുന്നത് എന്താക്കാനാണ്, കാക്കും വേണ്ട കരിയാൻ. അതൊന്നും നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. മക്കൾ ഉറങ്ങിയിട്ടാണ് വോയിസ് റെക്കോർഡ് എടുക്കുന്നത്. കുറേ ദിവസമായി റെക്കോർഡ് ചെയ്യണം വിചാരിക്കണം, പക്ഷെ നടക്കണില്ല. ഒരാൾ ഉറങ്ങുമ്പോൾ ഒരാൾ ഉറങ്ങൂല, അങ്ങനായിട്ട് ഇപ്പോൾ 2 ഉറങ്ങിയിരിക്കണം. അപ്പോൾ ഞാൻ വേഗം കൊടുക്കാൻ വിചാരിച്ചു. അങ്ങനെ എന്താ സെറ്റാക്കാൻ വേണ്ടി പോവാണ്. ഹാപ്പി ബർത്ത്ഡേ ഒക്കെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിരിക്കണം. പിന്നെ ഈ 3 നമ്പറിൽ എൻ്റെ കാറ്റ് മൊത്തം നിറച്ചിക്കണം, എനിക്ക് കാറ്റില്ല. എത്ര പെട്ടെന്നാലും അവൾ മക്കൾ വലുതാവേണ്ടത്. 3 വയസ്സായിപ്പോൾ എനിക്ക്. എൻ്റെതാണെങ്കിൽ പ്രതീക്ഷിക്കാതെ ഇൻ ഡെലിവറി. ശരിക്കും ഓന് സെപ്റ്റംബർ 1 വരുന്നതാണ്, ഓൻ August 1 വന്നു. എനിക്ക് ഇന്നെ വേഗം കാണണം തന്നെ. അപ്പോൾ എന്താക്കാനാണ്, കണ്ടോട്ടെ വിചാരിച്ചങ്ങനെ. അപ്പോൾ 1 മാസം മുന്നേ എത്തിയ മുതലാണത്. അങ്ങനത്തെ ബലൂണൊക്കെ സെറ്റാക്കാൻ വേണ്ടി പോവാണ്. പക്ഷേ ഞാൻ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് മാത്രം മതിൽമേൽ ഫിറ്റ് ചെയ്യണുള്ളൂ വിചാരിച്ചു. എന്താ വെച്ചാൽ എല്ലാം സെറ്റാക്കി താഴത്തേക്ക് പോകുമ്പോൾ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്താവുക, താഴത്ത് വീണെടുക്കണ്ട, പിന്നെ അതിന്മേൽ കുറേ ചൊറിഞ്ഞ് കളിക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ സെറ്റാക്കി വെച്ച് പിന്നെ ഇതാ കാത്തുനിന്ന് പോയി ആപ്പിളിനെ കാണില്ല. 2 മണി കഴിഞ്ഞ്. അപ്പം ഈ കേക്ക് കഴിക്കാൻ വിചാരിച്ചത് തലേന്ന് നമ്മൾ ലുലുവിൽ പോയപ്പോൾ വാങ്ങിയതായിരുന്നു. അപ്പം ഞാനും മോനും അത് കഴിച്ചിട്ട് അങ്ങനെ. പിന്നെ അത് ആ കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഒറ്റയ്ക്ക് കഴിക്കാനാണ് ഞാൻ വിചാരിച്ചത്, പക്ഷെ എൻ്റെ മോൻ്റെ ഇടയിൽ നടക്കോ ഇല്ല. അപ്പോൾ അത് ഓൻക്കും വേണം. ഞാൻ ഇങ്ങനെയൊക്കെ കൊണ്ടുവന്നപ്പോൾ എന്തോ ആണ് വിചാരിച്ചിട്ട് അതുവരെ ഫ്രിഡ്ജ് കിടന്നപ്പോൾ അതിന് ആർക്കും വേണ്ടിയില്ലേനു. പക്ഷെ ഞാനെടുത്തപ്പം ആവശ്യക്കാർ കുറേ ആയി. അപ്പോൾ അത് കഷ്ണമൊക്കെ എടുത്ത്, പിന്നെ അവൻ്റെ സ്വഭാവം മാറി. ഇപ്പോൾ എനിക്ക് ആ പ്ലേറ്റിൽ ചോറ് വേണം, പക്ഷെ നമ്മളാണെങ്കിൽ ചോറ് വെച്ചിട്ടില്ലല്ലോ. അപ്പോൾ ചോറിന് വേണ്ടി കുറേയൊക്കെ ആയിരുന്നു. ഞാൻ പറയുമ്പോൾ മോനെ ഇന്ന് കരിയണ്ട, എന്നാലും ബർത്ത്ഡേ അല്ലേ, ഇന്ന് കരിയണ്ട, നാളെ കരിഞ്ഞു എവിടെ. അങ്ങനെ നമ്മളെ കേക്കും എത്തി, ഫുഡും എത്തി. സമയം 3 മണി ആവാനായിരിക്കും. അപ്പോൾ അത് വേഗം ഫുഡ് കഴിച്ചിട്ട് കേക്ക് മുറിക്കാനായിരുന്നു പ്ലാൻ. പക്ഷെ നമ്മൾ പ്ലാൻ തെറ്റി. അപ്പം രാത്രിയിലേക്കാക്കി. അപ്പം അതിനും കുറേ കരിയാൻ വേണ്ടി പോയി. പിന്നെ അനിയനെ കൊണ്ട് സർപ്രൈസായിട്ടൊരു ചോക്ലേറ്റൊക്കെ കൊടുത്തപ്പം ആൾ സെറ്റായി. പിന്നെ ചെറുതുറങ്ങിയപ്പോൾ ഫോട്ടോ എടുക്കണമല്ലോ, രാത്രി അത്ര ക്ലിയർ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ മുകളിലേക്കൊക്കെ കയറ്റി ഫോട്ടോ എടുക്കാൻ. ഇവരെ ഫോട്ടോ എടുക്കാൻ പറയുമ്പോൾ നമുക്ക് ദേഷ്യം പിടിക്കും. ഇങ്ങനെ നിൽക്കാൻ പറഞ്ഞാൽ അങ്ങനെ നിൽക്കും. അങ്ങനെയാണല്ലോ, തീരെ നിന്ന് തരൂലല്ലോ.
അപ്പം എങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞ് താഴത്തെത്തലും പിന്നെ ആൾ എന്തോ കളിച്ചിട്ട് ആൾ ഉറങ്ങിയതിന് ശേഷം ഞാനെന്താ ഈ ചോക്ലേറ്റ് ബൊക്കറ്റിൻ്റെ ഫോട്ടോ എടുക്കാൻ വിചാരിച്ചു ഇൻസ്റ്റയിൽ ഇതാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഫസ്റ്റായിട്ട് ഉണ്ടാക്കിയതല്ലേ, അപ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കാം. അപ്പോൾ മോൻ്റെ ഇടയിൽ നടക്കൂലല്ലോ അതൊന്നും. അങ്ങനെ പിന്നെ ഞാൻ ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം പ്രത്യേകിച്ച് പിന്നെ ഒന്നും പരിപാടിയില്ലല്ലോ. പിന്നെ മോൻ ഉറങ്ങണ്, പിന്നെ ചായ കുടിക്കാൻ വേണ്ടി പോവാണ്. Sit and do nothing. I wish we were bold to just fly away. I don't wanna care. പിന്നെ ഇതാ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോകും. നമ്മൾ 9:30 നമ്മളെ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്, അത്രയും ലേറ്റ് ആയിപ്പോയി. അങ്ങനെ ഇതാ ഇന്നത്തെ വീഡിയോ അത്ര തന്നെ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ ബായ്. അതിൻ്റെ മുന്നേ എനിക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഓക്കെ.